ഹായ് ഹലോ വണക്കം, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കുച്ചൂസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കരിമണിയുടെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് ആമിക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് കരിമണിയോട് ഭയങ്കര ഒരു ഇഷ്ടം. നേരത്തെ ഒന്നും എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ട് എവിടെയെങ്കിലും കണ്ടാൽ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം ഞാനത് നോക്കി നിൽക്കും. ജ്വല്ലറിയിൽ പോയാലും എടുത്ത് നോക്കുന്ന ഒരു ഐറ്റം കരിമണിയായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് അതിന്റെ മെറ്റീരിയൽസും കിട്ടുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നത് ചതിയല്ലേ? അപ്പൊ കുറച്ച് ബീഡ്സ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ റിങ് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഗിയർ ലോക്കും റിങ്ങും ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബീഡ്സ് ഇട്ടാലും അപ്പുറത്തോടെ പോവില്ലല്ലോ. ഇത് ഞാൻ ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. ആ ഗിയർ വയർ ഫുള്ളായിട്ട് ബീഡ്സ് ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ കൂടെ ഇടുമ്പോൾ അതിൽ കൂടെ പോകാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ആദ്യം ലോക്ക് ചെയ്ത് വെക്കുന്നത്. അത് അങ്ങനെ ചെറിയൊരു അംഗത്തിന് ശേഷം ഞാൻ വീണ്ടും പണിപ്പുരയിലേക്ക് കടന്നു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഇതിലിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ ബീഡാണ്. ഗോൾഡൻ ബീഡ് ഇട്ടു, പിന്നെ കരിമണി ഇട്ടു, പിന്നെ വീണ്ടും ഗോൾഡൻ ബീഡ്, കരിമണി. അങ്ങനെ ആ ഗിയർ വയർ കംപ്ലീറ്റ് ആവണത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ ഗോൾഡൻ ബീഡ്, കരിമണി അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ലോക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മുടെ കൈയുടെ അളവനുസരിച്ച് എടുത്തുകൊണ്ട് എത്ര ബീഡ്സ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയ അളവ് തെറ്റായിരുന്നു. ഞാൻ അളവ് എടുത്തിട്ടാ ചെയ്തതെങ്കിലും അത് തെറ്റിപ്പോയി, ഭയങ്കര ലൂസായിരുന്നു. എന്നിട്ട് വീണ്ടും കട്ട് ചെയ്ത് കുറച്ച് മണികളെ ഇന്ന് മാറ്റി, മുത്ത ഇന്ന് മാറ്റിയിട്ടാണ് വീണ്ടും ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ ടൈമില്ല, മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളവര് എനിക്കൊന്ന് DM ചെയ്താൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. DN ക്രാഫ്റ്റി ആണ് ഇൻസ്റ്റാ നെയിം. അതിലൊന്ന് DM ചെയ്താൽ മതി. ഞാൻ സെയിലായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കണു. ടൈമൊക്കെ ഒരുപാട് കഴിഞ്ഞു, ഓണം അടുത്തു, നാളെ അടുത്താണ്. എന്നാലും ഇങ്ങനെയുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ DN ക്രാഫ്റ്റിയിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഫുൾ ബീഡ്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഹുക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗിയർ ലോക്ക് ഇട്ടിട്ട് ഹുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻവിസിബിൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫുള്ള് ബീഡ്സ് ഇടുന്നുണ്ട്, അതേപോലെ കുഞ്ഞായിട്ടേ ചെയ്തത്, അത്ര വ്യത്യാസത്തിലുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. അതുപോലെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്യാനും മറക്കരുത് കേട്ടോ.